എല്ലാവർക്കും നമസ്കാരം. ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതിനകത്ത് ഗോസ്പൽ ഓഫ് ജോൺ, അതായത് യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഗലീല എവിടെയാണെന്ന് നമ്മൾക്കറിയാം, ഇസ്രായേലിലാണല്ലേ. ഇസ്രായേൽ രാജ്യത്തിലെയാണ് ഗലീല എന്ന് പറയുന്ന പട്ടണമുള്ളത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കാനാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ യേശുക്രിസ്തുവിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ആ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ആ കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. യഹൂദന്മാരുടെ കല്യാണത്തിനും ഇന്ന് നമ്മൾക്ക് ലോകത്തിലോട്ട് ഇറങ്ങിയാൽ പല കല്യാണങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് ഇതിനകത്തൊരു നമ്മൾക്കൊരു ഇത് കിട്ടും അല്ലേ, വീഞ്ഞ് കിട്ടും അതിനകത്ത്. ആ വീഞ്ഞെന്ന് പറയുന്നത് എന്താണ്? മദ്യമൊന്നുമല്ല, അതെന്താണ്? മുന്തിരിച്ചാറാണ് അല്ലേ. അപ്പോൾ അതാണ് അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ, ഈ കാനാവിലെ കല്യാണം എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ കല്യാണങ്ങൾക്കെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് എന്ത്? ഈ വീഞ്ഞെന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് വീഞ്ഞെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാനാവിലെ ആ കല്യാണത്തിൽ അവരുടെ ഒത്തിരി പേരെ വിളിച്ചു, ഒത്തിരി പേര് വന്നു. അവർക്കൊക്കെ വേണ്ടി ഇവർ എന്താ പറയുക, ആൾക്കാരെ വിളിച്ചതിൻ്റെ കണക്കനുസരിച്ചാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഫുഡിന് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ഇത്ര പേരുണ്ടാകുമെന്നൊരു ഏകദേശ കണക്കനുസരിച്ച് നമ്മൾ കണക്ക് കൊടുക്കും, അതിനനുസരിച്ചുള്ള ഫുഡ് തയ്യാറായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാനാവിലെ കല്യാണത്തിനും അവർ അങ്ങനെ ഒരു ഏകദേശ കണക്കനുസരിച്ചുള്ള വീഞ്ഞൊക്കെ അവർ തയ്യാറാക്കി വെച്ചു. എന്നാൽ കല്യാണം അവിടെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായി? വീഞ്ഞ് പെട്ടെന്ന് തീർന്നുപോയി. വീഞ്ഞ് തീർന്നുപോയി കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം അവർ പ്രതീക്ഷിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ആൾക്കാർ അവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവമായ കാര്യം. ഓക്കെ, അപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോഴത്തേക്കും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ തീർന്നു പോയിരിക്കുന്നത് അല്ലേ. നമ്മളൊരു കല്യാണത്തിന് ഒരാൾക്കാരെയൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരാൾക്കാരെ വിളിച്ചിട്ട് അവരോട് നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഫുഡില്ല എന്ന് പറയുന്ന ആ ഒരു നാണക്കേടിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ബുദ്ധിമുട്ടേറിയ അനുഭവമാണ് അതല്ലേ. അപ്പോൾ ഇവിടെയും വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ എല്ലാവരും പരിഭ്രാന്തരായി. അവിടെ ആ ശുശ്രൂഷ ചെയ്യുന്നവർ, അതായത് ഈ ഭക്ഷണം വിളമ്പുന്ന ആൾക്കാർക്കാണല്ലോ അറിയുന്നത് ഈ കലവറയിൽ എന്തില്ല, വീഞ്ഞില്ല, അത് തീർന്നുപോയി എന്ന് മനസ്സിലായി. അപ്പോൾ അവിടുത്തെ ആ പരവേഷവും അവിടുത്തെ വെപ്രാളവും ഒക്കെ ആര് ശ്രദ്ധിച്ചു എന്നറിയാമോ? ഒരാൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്കറിയാം, നമ്മളുടെയൊക്കെ വീടുകളിലാണെങ്കിലും എവിടെ ചെന്നാലും നമ്മളുടെ ഈ അമ്മമാരുടെ കണ്ണ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഒരു നല്ല അമ്മമാരുടെ കണ്ണ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? അവരുടെ ആ ഒരു എന്താ പറയുക, അടുക്കളയിലോട്ട് കണ്ണു പോകും അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവർ നോക്കാറുണ്ട്. കാരണം നമ്മളുടെ വീടുകളിലൊക്കെ ആരാണ്? നമ്മളുടെ അമ്മമാരാണ് എന്ത് ചെയ്യുന്നത്? അടുക്കള കൈകാര്യം ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് അമ്മമാരാണ്. ഓക്കെ, ഞാനൊരു നോർമൽ കുടുംബത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം ആധുനിക ഇതിനകത്ത് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും, അവരെ വിട്. ഞാനൊരു നോർമൽ കുടുംബ ചരിത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അമ്മമാരുടെ കണ്ണ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഈ ഭക്ഷണത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോകും. അത് പോകുന്നത് എന്തിനാ? അവർ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ അമ്മയുടെ കണ്ണ് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെയുള്ള ശുശ്രൂഷക്കാരുടെ, അതായത് ഈ കലവറയിൽ ഭക്ഷണം വിളമ്പാൻ നിൽക്കുന്നവരുടെ പരിഭ്രാന്തിയും ഒക്കെ ഈ അമ്മ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ അമ്മ അവരോട് ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലായി. അവിടെ എന്തില്ല? വീഞ്ഞ് തീർന്നുപോയി. അപ്പോൾ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അവർ ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? വീട്ടുടമസ്ഥനും അറിഞ്ഞു. അവർ ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ്. ആൾക്കാരുടെ മുൻപിൽ എന്ത് ചെയ്യും? അവർ നാണക്കേടിലായി പോകും അല്ലേ. ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് വീഞ്ഞില്ല എന്ന് പറയും, അവരാകെ നാണക്കേടിലാകും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുവാണ്. പെട്ടെന്നൊന്നും നമ്മൾക്കറിയാം, വീഞ്ഞെന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അതിന് കുറേ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടല്ലേ, കുറച്ച് ദിവസങ്ങൾ അതിനു വേണ്ടി മെനക്കെടണം. അപ്പോൾ എന്താണ്, അതിനുള്ള ടൈമൊന്നും ഇനിയില്ല. ഓക്കെ, എന്തായാലും വീഞ്ഞ് തീർന്നുപോയി. ആ ഒരു കഷ്ടത്തിലും ആ ഒരു നാണക്കേടിലും അവരിങ്ങനെ ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷമം മനസ്സിലാക്കിയ ആ അമ്മ എന്ത് ചെയ്തു? വേഗം മകനായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞില്ല, അവരുടെ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടത് യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? നമ്മളിവിടെ കല്യാണം കൂടാനാണ് വന്നത്, അല്ലാതെ അവരുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ല വന്നത്. നമ്മളിവിടെ കല്യാണം കൂടാനല്ലേ വന്നേ, എനിക്കും നിനക്കും എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ അതൊന്നും എന്താ പറയുക, കൂട്ടിയില്ല, അതൊന്നും കണക്ക് കൂട്ടിയില്ല. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? അമ്മ വേഗം ആ കലവറക്കാരോട് പറഞ്ഞു, ഞാൻ അറിയിക്കേണ്ട ആളെ അറിയിച്ചിട്ടുണ്ട്, അവൻ എന്തെങ്കിലും നിങ്ങളോട് പറയുവാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല എങ്കിൽ പോലും, യേശുക്രിസ്തു ഇടപെടേണ്ട കാര്യമല്ല എങ്കിൽ പോലും ഒരു കാര്യം യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട് എങ്കിൽ ചുമ്മാ ഇരിക്കാൻ യേശുക്രിസ്തുവിന് കഴിയത്തില്ല. അതുകൊണ്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്തു?
ആ കലവറക്കാരോട് പറഞ്ഞു, ഇവിടെയുള്ള 6 കൽഭരണി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 6 കൽഭരണി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള 6 കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന്, അതിനകത്ത് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 6 കൽഭരണി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ നിയമം എന്ന് വെച്ചാൽ അന്നത്തെ യഹൂദന്മാരുടെ, ഇന്നും അങ്ങനെ തന്നെയാണ്, യഹൂദന്മാർ ഇവർ പുറത്തു നിന്നൊക്കെ പോയി വന്നു കഴിയുമ്പോൾ ഇവർ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യും, ഇവരുടെ കൈയും കാലും ഒക്കെ കഴുകും കേട്ടോ. അങ്ങനെ കഴുകുവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പ്രത്യേകമായിട്ട് അവരങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ടാകും. അതാണ് അവിടെയുള്ള ശുദ്ധീകരണ നിയമപ്രകാരമുള്ള കൽപാത്രം എന്ന് പറയുന്നത്, കൽഭരണികൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 6 എണ്ണം അവിടെ ഉണ്ടായിരുന്നു. അത് എന്തിനുള്ളതായിരുന്നു, അവരുടെ കാലും കൈയൊക്കെ കഴുകുന്ന, വെള്ളം ഒഴിച്ചു വെക്കുന്ന, ശുദ്ധീകരിക്കുവാനുള്ള വെള്ളം ഒഴിച്ചു വെക്കുന്ന കൽപാത്രങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ ആ 6 കൽപാത്രങ്ങൾ അവിടെ കണ്ടപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും, ഈ 6 കൽപാത്രങ്ങൾക്കകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, അവരൊന്നും ചോദിക്കാൻ നിന്നത്, ഇത് ശുദ്ധീകരണ നിയമപ്രകാരം കാലും കൈയും കഴുകാൻ വെച്ചിരിക്കുന്നതല്ലേ, ഞങ്ങൾ കുറച്ചും കൂടെ വേറൊരു പാത്രം എടുത്തുകൊണ്ട് വരട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അവർ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു, ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് പറഞ്ഞു, യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഇനി ഇത് നിങ്ങൾ കൊണ്ടുപോയി വിളമ്പുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരത് കൊണ്ടുപോയി വിളമ്പി കഴിഞ്ഞപ്പോഴത്തേനും എന്താ സംഭവിച്ചിരിക്കുന്നത്, ആ വീഞ്ഞ് രുചിച്ച് നോക്കിയവർ ചോദിക്കുകയാണ്, അയ്യോ ഇത്രയും നല്ലത് നിങ്ങൾ ഇതുവരെ സൂക്ഷിച്ചു വെച്ചാൽ. സാധാരണ നമ്മളെല്ലായിടത്തും കാണുന്നത് നല്ല വീഞ്ഞ് ആദ്യം വരുന്നവർക്ക് കൊടുക്കും അല്ലേ. നമ്മൾക്കറിയാം കല്യാണത്തിനൊക്കെ നമ്മൾ ആദ്യം വിരുന്നുകാരല്ലേ, ആദ്യം വിരുന്നുകാരെയാണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ആദ്യം പന്തിക്കിരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ചോദിച്ചു, അങ്ങനെയുള്ളവർക്ക് ആദ്യമല്ലേ നമ്മൾ ഏറ്റവും നല്ലത് വിളമ്പുന്നത്, എന്നാൽ നീ ഇതുവരെയും നല്ലത് സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ആക്ച്വലി അതവിടെ എന്തായിരുന്നു സംഭവിച്ചത്, യേശുക്രിസ്തുവാണ് ആ വെള്ളം വീഞ്ഞാക്കിയതല്ലേ. യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതെന്തായി, ഏറ്റവും നല്ല വീഞ്ഞായിട്ട് മാറുവാനിടയായി തീർന്നു. ഓക്കെ, അങ്ങനെ അവർ അത് വീഞ്ഞു കൊണ്ടുപോയി അവർക്ക് കൊണ്ട് വിളമ്പുവാനും, അങ്ങനെ അവിടെ വന്നിരിക്കുന്ന എന്താ പറയുക, ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്തുവാനും ഒക്കെ ഇടയായി തീർന്നു. ഓക്കെ, അപ്പോൾ ഈ തൃപ്തിപ്പെട്ട ആൾക്കാർക്ക് അറിയത്തില്ല ഇത് എവിടുന്നാണ് ഉണ്ടായതെന്ന്. എന്നാൽ അവിടുത്തെ ആ കലവറക്കാർക്ക് അറിയാമായിരുന്നു, ആ വെള്ളം കോരിയ ശുശ്രൂഷക്കാർക്ക് അറിയാമായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കുക, ഇതിനകത്ത് നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് തീർന്നു പോകുന്നത് അല്ലേ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എൻഡിങ് ആണെന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് അല്ലേ, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിന് തടസ്സമായിട്ട്, അതിന് തടയപ്പെട്ട് നിൽക്കുമ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ഉടനടി പരിഹരിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾക്കുള്ളതെന്നാണ് നമ്മൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു വചനഭാഗത്തു നിന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അതാണ്. അത് എന്തുമാകട്ടെ, ഒരു പക്ഷേ നമ്മൾക്കൊന്നും നമ്മളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാൻ കഴിയാത്തതായിരിക്കും. ഇപ്പോൾ വീഞ്ഞെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് കുറേ പ്രോസസ്സിംഗ് ഉണ്ടല്ലേ, കുറേ ദിവസം എടുത്താണ് ചെയ്യേണ്ടത്. പക്ഷേ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവം എന്ത് ചെയ്തു, ആ വെള്ളത്തെ എന്താക്കി മാറ്റി, വീഞ്ഞാക്കി മാറ്റി എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും സ്പോട്ടിൽ വേണ്ടുന്ന അനുഗ്രഹങ്ങൾ തരുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, യേശുക്രിസ്തു അമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എൻ്റെ ശുശ്രൂഷയുടെ സമയം ആയിട്ടില്ല, അതാകുന്നതിന് മുൻപ് ഞാൻ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങണോ എന്നാണ് യേശുക്രിസ്തു ചോദിച്ചത്. പക്ഷേ യേശുക്രിസ്തു അങ്ങനെ ചോദിച്ചുവെങ്കിലും അവരുടെ ആവശ്യം അറിഞ്ഞു ദൈവം അവിടെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇവിടെ എന്താണ് കാണിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളുടെ സമയം ആയിട്ടുണ്ടാകില്ല, ചിലപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സമയം അല്ലെങ്കിൽ നമ്മുടെ സമയം ഒന്നും ആയിട്ടുണ്ടാകില്ല. എന്നാൽ നമ്മളുടെ അത്യാവശ്യം വരുന്ന സമയത്ത് ദൈവം എന്ത് നോക്കും, എല്ലാം മാറ്റിവെച്ച് ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തരും. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ മാറ്റുന്ന ദൈവം. നമ്മൾ പറയും ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലേ, അത് കറക്റ്റാണ്, ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആ സമയമൊക്കെ മറന്ന് നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ഇടയായി തീരും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഇനി മൂന്നാമത്തത് നമ്മൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാകുന്നത് എന്താണ്, ശുദ്ധീകരിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന, അതായത് ആൾക്കാരുടെ കാലും കൈയൊക്കെ കഴുകി അവരെ ശുദ്ധീകരണത്തിന് വേണ്ടി ക്ലെൻസിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ കൽപാത്രങ്ങളിലാണ് എന്ത് നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടത്, വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടതല്ലേ, അതാണ് വീഞ്ഞാക്കി മാറ്റിയത്. നമ്മൾക്കറിയാം വീഞ്ഞൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർ കുറച്ചും കൂടി നല്ല മനോഹരമായ പാത്രങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക, കാലും കൈയൊക്കെ കഴുകാൻ വെച്ച ആ പാത്രം, അതായത് നമ്മൾ വില കുറഞ്ഞതെന്ന് മാറ്റി വെച്ചിരുന്ന ആ പാത്രങ്ങളിലാണ് ദൈവം എന്തുണ്ടാക്കിയത്, അത്ഭുതം
അത്ഭുതം ചെയ്ത് വീഞ്ഞുണ്ടാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു വെള്ളം ക്ലെൻസിങ്ങിനെ കാണിക്കുന്നു. ഒപ്പം നമ്മളുടെ ആ ഒരു വീഞ്ഞ് നമ്മളുടെ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മളുടെ ആ ഒരു ശുദ്ധീകരണത്തിന് ശേഷമാണ് ദൈവത്തിൻ്റെ ആ ഒരു വീഞ്ഞ് പകർന്നത് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുൻപേ എന്ത് സംഭവിച്ചിരിക്കണം? നമ്മളുടെ ജീവിതത്തിൽ ഒരു ക്ലെൻസിങ് നടന്നിരിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അത്ഭുതം നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഇനി അടുത്തത് അതിനകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് യോഗ്യതയില്ല, അല്ലെങ്കിൽ നമ്മൾ പല യോഗ്യതയുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ, അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറയും. എന്നാൽ ദൈവം എന്താണ്? യോഗ്യതയില്ലാത്തതിനെ പോലും യോഗ്യതയുള്ളതാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നാണ് ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ കൽഭരണി അല്ലേ, ശുദ്ധീകരണത്തിന് വേണ്ടി കാലും കൈയൊക്കെ കഴുകാൻ വെച്ചിരുന്ന ആ പാത്രം എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി വില കൂടിയ പാത്രം എടുക്കാമായിരുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? അതിനകത്തുനിന്ന് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ നമ്മളുടെ ഇന്നലകളെയോ അല്ലെങ്കിൽ ഇന്നുകളെയോ ഒന്നും നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. നമ്മൾ വിചാരിക്കുമോ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു യോഗ്യതയും ഇല്ലല്ലോ കർത്താവേ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതത്തിന് അങ്ങയെ സേവിക്കുവാൻ, അങ്ങയുടെ വചനം എടുക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലല്ലോ എന്നും നമ്മൾ വിചാരിച്ച് മാറി നിൽക്കുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ ആ ഒരു ഫേവർ, ദൈവത്തിൻ്റെ ആ ഒരു കരുണ നമ്മളുടെ മേൽ വീണ് നമ്മളുടെ യോഗ്യതയില്ലാത്ത പാത്രങ്ങളെയൊക്കെ യോഗ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ പാത്രങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കണ്ടു. എനിവേ, ഇന്നത്തെ ഈ വചനം നമ്മൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. കാരണം നമ്മളുടെ ജീവിതത്തിൽ തടയപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ തടഞ്ഞു വെച്ചിരിക്കുന്ന നന്മകളെയൊക്കെ റിലീസ് ചെയ്യുവാൻ ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് മതി എന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ടാമത് എന്താണ്? യോഗ്യതയില്ലാത്തതിനെ യോഗ്യമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടു. മൂന്നാമത്, ദൈവം എന്താ പറയുക, ഇടപെടത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയങ്ങളിൽ പോലും ദൈവം നമ്മൾക്ക് വേണ്ടി ഇടപെടും. പക്ഷേ നമ്മൾ ഒന്ന് ചെയ്താൽ മതി. നമ്മളുടെ ജീവിതത്തിലെ എന്താ പറയുക പോരായ്മകൾ, നമ്മളുടെ ജീവിതത്തിലെ ഇല്ലായ്മകൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം എല്ലാം മാറ്റിവെച്ചും നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളതും കൂടെ ഇന്നത്തെ ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾക്ക് ദൈവം മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.